തട്ടിപ്പ് എല്ലാ തവണയും വിശ്വാസം അവിശ്വാസം ഇരിക്കുമ്പോൾ പറയാറുണ്ട്. ഇത് എല്ലാം ഇപ്പൊ രാഷ്ട്രീയക്കാരൻ തട്ടിപ്പുണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, വക്കീലുണ്ട്, സ്വതന്ത്ര ചിന്തകരുണ്ട്, എല്ലാവരും തട്ടിപ്പ്. ഈ തട്ടിപ്പ് എനിക്ക് പറയാൻ സമയം തരും. തട്ടിപ്പ് എല്ലാവരിലും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ചൂഷണമാണെങ്കിൽ ഒരു സാമ്പത്തികം മാത്രം കരുതി ചെയ്യുന്ന ആളുകൾ അങ്ങനെ കരുതാം നമുക്ക്. അതല്ലാണ്ട് ഫ്രീ ആയിട്ട് ജ്യോതിഷം ചെയ്തിട്ട് അതിന്റെ ഉപദേശം കൊടുത്ത് നന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുമോ ചോദിച്ചു. കറുത്തവാവ് ദിവസം നമ്മുടെ ആശ്രമത്തില് ഈ ഗോത്രവിശ്വാസപ്രകാരം ജ്യോതിഷം നോക്കി അവർക്ക് പരിഹാരം ചെയ്തു കൊടുക്കുന്നതിന് ഒരു പൈസയും വാങ്ങുന്നില്ല. അവർ വരുന്നവർക്ക് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഫുള്ള് തട്ടിപ്പാന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഇവിടുത്തെ ഈ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആളുകൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നന്മയിലേക്ക് വരികയാണെങ്കിൽ നല്ല. പിന്നെ ജാതകം എഴുതിയത് കൊണ്ട് അങ്ങനെ തന്നെ ആകുമോ ചോദിച്ചാൽ അല്ല. മാർക്കണ്ഡേയൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവാധീനം കൊണ്ട് മരണമുണ്ടായില്ല എന്നാ പറയുക. അപ്പോൾ ഇപ്പൊ ഇവരൊക്കെ ചാർത്ത് എഴുതിയാൽ അവസാനം ഈശ്വരനെ വിളിക്കാനാ പറയുക. അപ്പൊ ഈശ്വരനെ വിളിക്കുക, ദൈവത്തെ വിളിക്കാറുണ്ട്. ദൈവം എന്ന് പറഞ്ഞ പ്രകാശം. അവനവന്റെ ബോധം ഉദിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം അവനവൻ കണ്ടെത്തിയ മുന്നോട്ട് പോകാൻ പറ്റും. അതില്ലാന്നും പാടില്ല. ദൈവാധീനം ഉണ്ടാകണം. പിന്നെ തർക്കിക്കാനല്ല ജ്യോതിഷം. ജ്യോതിഷം വിശ്വാസിക്കറിയാനാണ്. അവിടെ പൃച്ഛകനും ഒക്കെ വരുമ്പോൾ അതിന് കുറച്ച് നിയമമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഇതിനുള്ളതല്ല അത്. ഇവർക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ച അനുഭവമാണ്. അനുഭവം അവനുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ കൂടുതൽ ഈ പുറത്ത് കുറച്ച് വിശ്വാസികളും വേണ്ടതാ. ഇപ്പൊ അവർക്ക് തോന്നുന്നില്ല എല്ലാവരും വിശ്വാസികളാണ്. അപ്പൊ ഈ പുറത്ത് വിശ്വാസികളുണ്ട്. അവർ പറയും എനിക്ക് ഇന്ന പറയട്ടെ. അപ്പൊ നമ്മളെ കാണാൻ ആളുകളൊക്കെ പലപ്പോഴും പലതരത്തിൽ വിശ്വാസമായിട്ട് വരുന്നവരാണ്. വിശ്വാസിയെ സംബന്ധിച്ചിട്ട് അവന് ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു വഴിക്ക് മനുഷ്യൻ ഏത് മനുഷ്യനാണ്, യുക്തിവാദിയാണെങ്കിലും മതവിശ്വാസിയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യന് പൊതുവെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു അനിശ്ചിതത്വം. ഇനി എന്താവും? ഇതിനെ കംഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഡോക്ടർമാർ നല്ല വാക്ക് പറയും. അപ്പോ നരവംശ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്മാർക്ക് മതമാണെങ്കിലും ശരി, മറ്റു ഇതുപോലുള്ള പ്രവചനങ്ങളാണെങ്കിലും ശരി, മനുഷ്യന്മാർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ട്, ഒരു തരം ആശ്വാസം. അത് പിന്നെ സൈക്കോളജിക്കൽ ആണെങ്കിലും ശരി, മറ്റേത് തരത്തിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ചൂഷണം എന്ന് പറഞ്ഞാൽ, ചൂഷണം എന്നുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻഡസ്ട്രിയാണ്, എല്ലാം ഇൻഡസ്ട്രിയാണ്. ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്, മെഡിസിൻ ഇൻഡസ്ട്രിയാണ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്, ഫിലിം ഇൻഡസ്ട്രിയാണ്, കല ഇൻഡസ്ട്രിയാണ്, എല്ലാം ഇൻഡസ്ട്രിയാണ്. അത് മനുഷ്യന്റെ ഓരോ വ്യക്തിയുടെയും ആത്മീയ ഗുണം അനുസരിച്ചിരിക്കും. ഒരാളെ പറ്റിക്കണോ വേണ്ടേ എന്നുള്ളത് ആത്മീയ ഗുണം അനുസരിച്ചിരിക്കും. പിന്നെ നേരത്തെ ഗ്രീസിൽ നിന്ന് വന്നതാണോ ഭാരതത്തിൽ നിന്ന് വന്നതാണോ ചർച്ച ഉണ്ടായിരുന്നു. ആക്ച്വലി എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ നോളജ് ട്രഡീഷനും മനുഷ്യന്റെ ഒരു പൊതു സ്വത്താണ്. പഴയ കാലത്ത് ബാബിലോണിയായിരുന്നു, പിന്നെ ഭാരതമായി, അതിനുശേഷം ഒന്ന് ഗ്രീക്കുകാർ. പറയട്ടെ, ഫുള്ളാക്കട്ടെ, മുഴുവനാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.